നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട പുതുക്കാട് NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നാഗേഷാണ് പുതുക്കാട് NDA സ്ഥാനാർത്ഥി. BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലാണ് നാഗേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. ഗുരുവായൂരിൽ P. ഗോപാലകൃഷ്ണൻ, നാട്ടികയിൽ CC മുകുന്ദൻ, ഒല്ലൂരിൽ ബിജോയ് തോമസ്, വടക്കഞ്ചേരിയിൽ TS ഉല്ലാസ് ബാബു എന്നിവരും രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം നേടി. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചി സേലം LPG പൈപ്പ് ലൈനിലുണ്ടായ വാതക ചോർച്ച പരിഹരിക്കാൻ 48 മണിക്കൂർ കൂടി വേണ്ടിവരുമെന്ന് അധികൃതർ. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് വാതക ചോർച്ചയുണ്ടായത്. ഇതോടെ സമീപത്തെ 15 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പ്രദേശത്തെ വൈദ്യുതി വിതരണവും നിർത്തിവച്ചിരിക്കുകയാണ്. മണലി മടവാക്കര റോഡും അടച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് വരെ തൽസ്ഥിതി തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മടവാക്കരയിൽ BPCL പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾക്കിടെ പാചകവാതകം കടന്നുപോകുന്ന KSPPL പൈപ്പ് ലൈനിൽ അബദ്ധത്തിൽ തൊഴിലാളികൾ ഡ്രിൽ ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം. സംഭവത്തിൽ 900 ടണ്ണോളം പാചകവാതകം നഷ്ടപ്പെടുമെന്നാണ് പ്രാഥമിക കണക്ക്. അതിശക്തമായാണ് വാതകം പൈപ്പിൽ നിന്നും പുറന്തള്ളിയിരിക്കുന്നത്. പ്രദേശമാകെ രൂക്ഷഗന്ധം വ്യാപിച്ചിരുന്നു. അതേസമയം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ ഉടൻ രക്ഷാപ്രവർത്തനങ്ങളും മുൻകരുതലുകളും തുടക്കത്തിൽ കാര്യക്ഷമമായി നടത്തിയില്ലെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. പുതുക്കാട് അഗ്നിരക്ഷാസേനയും പോലീസും കാണിച്ച ജാഗ്രത ഉത്തരവാദിത്തപ്പെട്ട കമ്പനി അധികൃതർ സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. ഇത്തരം അപകടങ്ങൾ സംഭവിച്ചാൽ അടിയന്തരമായി ഒരുക്കേണ്ട മോട്ടോറുകളും സംവിധാനങ്ങളും എത്തിക്കുന്നതിൽ കാലതാമസം വന്നതായാണ് ആക്ഷേപം. പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നുമെല്ലാം സംവിധാനങ്ങൾ എത്തിച്ച് വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിലെ വീഴ്ച അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഇത്തരം പ്രതിസന്ധികളെ വേഗത്തിൽ സുരക്ഷിതമായി അതിജീവിക്കാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യം ഉയർന്നു. ഗ്യാസ് ലൈൻ പൈപ്പ് തെറ്റിത്തുളച്ച് അപകടം വരുത്തിവെച്ചത് സുരക്ഷാ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വന്നിട്ടുള്ള അലംഭാവങ്ങളുടെ ലക്ഷണങ്ങളാണെന്നും പരിശോധിക്കണമെന്നുമാണ് ആവശ്യം. വേലൂപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപിതാവിൻ്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നടത്തി. രാവിലെ ആമ്പല്ലൂർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടന പദയാത്ര പുതുക്കാട് ഫെറോന വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. റെക്ടർ ഫാദർ ജോസഫ് പൂവത്തുകാരൻ അധ്യക്ഷനായി. പദയാത്ര 10 മണിയോടെയാണ് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിയത്. തുടർന്ന് നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളിയിൽ കാർമ്മികനായി. ഫാദർ നോബിൾ ഐനിക്കൽ സന്ദേശം നൽകി. തുടർന്ന് ശ്രാന്തഊട്ടും ഉണ്ടായിരുന്നു. പുതുക്കാട് നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ വിജയത്തിനായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആവേശം നിറച്ച ചെമ്പുച്ചിറ മേഖല കൺവെൻഷൻ നടന്നു. ചെമ്പുച്ചിറ KA ബാലചന്ദ്രൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന കൺവെൻഷനിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. മണ്ഡലത്തിലെ വികസന തുടർച്ച ഉറപ്പാക്കാൻ KK രാമചന്ദ്രനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മുകുൽസു അസീസ് അധ്യക്ഷയായി. CPIM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS പ്രശാന്ത്, PK കൃഷ്ണൻകുട്ടി, VK വിനീഷ്, PR ഷാജൻ, സബിത സതീഷ് കുമാർ, റോയ് കല്ലമ്പി, VS സുബീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മതനിരപേക്ഷത തകർക്കാൻ കേരളത്തിൽ 10 വർഷക്കാലമായി ഒറ്റ സ്ഥലത്ത് പോലും ഒരു വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു വർഗീയ സംഘർഷം ഇല്ലാത്ത 10 വർഷക്കാലമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ്. ഈ വിഭാഗങ്ങൾ ആര് അധികാരത്തിൽ വന്നാലും നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും ധാരാളമായി ഉണ്ടാകാൻ സൗകര്യമുണ്ടാവും. എന്താ കാരണം? ഓരോ ഗവൺമെന്റ് ഓരോരുത്തരും മതപരമായോ ജാതി സമുദായങ്ങളായോ ആണ് സർക്കാരെ മന്ത്രിമാരാക്കുന്നത് തീരുമാനിക്കുന്നത്.
കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,175 രൂപയും പവന് 1,13,400 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.